ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഗരം മസാല എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ പൊടിച്ചെടുക്കാമെന്നാണ് കാണിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷേ പലർക്കും ഇതിൻ്റെ അളവുകളൊന്നും കറക്റ്റായി അറിയില്ല. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. സുരഭിയുടെ ഗരം മസാലയുടെ ഒരു പാക്കറ്റാണ്. നമ്മുടെ നാട്ടിൽ ഒരുവിധ എല്ലാ കടകളിലും ഇതുപോലത്തെ റെഡി ടു മേക്ക് പാക്കറ്റ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ പാക്കറ്റിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിവിടെ ഗരം മസാല ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കരിഞ്ജീരകം, ഇതിന് ബ്ലാക്ക് ക്യുമിൻ, ഷഹി ജീര എന്നൊക്കെ പറയും. ഇത് അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, ആ പാക്കറ്റിലുള്ളത് കൊണ്ട് ഞാൻ എടുത്തേ ഉള്ളൂ. പിന്നെ കുറച്ച് പോപ്പി സീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 2 തക്കോലം, ജാതിക്ക. ഞാനിവിടെ ഒരു ജാതിക്കായയുടെ പകുതി എടുത്തിട്ടുള്ളൂ, അതിൻ്റെ പകുതിയും പിന്നെ കുറച്ച് തൊണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ജാതിപത്രി, 2 ടേബിൾ സ്പൂൺ കരയാമ്പൂ, 2 ടേബിൾ സ്പൂൺ ഏലക്കായ. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഗരം മസാല പൊടിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള പൊടിക്കനുസരിച്ച് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുറയ്ക്കുമ്പോഴും കൂട്ടുമ്പോഴും ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാതും ഒരുപോലെ തന്നെ കുറയ്ക്കാനും കൂട്ടാനും ശ്രമിക്കണം. അല്ലെങ്കിൽ പിന്നെ അതിന്റെ ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കാൻ വെക്കാം. അത് ചൂടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്ലെയിം ഒന്ന് ലോയിലിടാം. ഇനി ഇൻഗ്രീഡിയൻസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇൻഗ്രീഡിയൻസിൽ ആ പോപ്പി സീഡ്സ് ഒഴികെ ബാക്കി എല്ലാതും അതിലേക്ക് ആഡ് ചെയ്യുക. പോപ്പി സീഡ്സ് നമുക്ക് ലാസ്റ്റ് ടൈമിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഗരം മസാല ഇങ്ങനെ വറുത്തെടുക്കാതെ ഡയറക്റ്റായി പൊടിച്ചെടുക്കുന്നവരുണ്ട്. പക്ഷെ ഇങ്ങനെ വറുത്തത് കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ അതിലുള്ള വല്ല വാട്ടർ കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. പിന്നെ നല്ലൊരു സ്മെല്ലും ഇതിന് കിട്ടും. അത് നമ്മൾ ഈ 2 രീതിയിലും ചെയ്തു നോക്കുമ്പോൾ അതിന്റെ വ്യത്യാസം ശരിക്കും മനസ്സിലാവുന്നതാണ്. ഇനി ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പോപ്പി സീഡ്സ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആ മിക്സ് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വാട്ടർ കണ്ടന്റ് ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. വാട്ടർ കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അധികം കാലം ഈ ഗരം മസാല സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. ഇനി നമുക്കിത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ അത്ര ഫൈനായിട്ടൊന്നും പൊടിക്കണ്ട, കുറച്ച് തരികളോട് കൂടി പൊടിച്ചെടുക്കുന്നതാണ് എപ്പോഴും ഗരം മസാലയ്ക്കൊക്കെ നല്ലത്. അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് ഗരം മസാലപ്പൊടി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നോൺ വെജ് റെസിപ്പികളിലും അതുപോലെ കടലക്കറി, കുറുമക്കറി ഇതിലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് കുറെ കാലം കേടാകാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് അടച്ചു വെക്കാം. അപ്പോൾ പിന്നെ എത്ര കാലം വേണമെങ്കിലും അത് കേടാവാതെ ഇരുന്നോളും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്